Hello everyone. We are learning preparation of consolidated balance sheet of holding company. Here is the next problem. From the balance sheet given, prepare consolidated balance sheet. രണ്ട് എമൗണ്ട് കോളം, ഒന്ന് എച്ച് ലിമിറ്റഡ്, രണ്ടാമത് എസ് ലിമിറ്റഡ്. എച്ച് ലിമിറ്റഡ് ആണോ എസ് ലിമിറ്റഡ് ആണോ ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ മറ്റേതാണോ സബ്സിഡറി കമ്പനി എന്ന് നമുക്കറിയില്ല. ക്വസ്റ്റ്യൻ നോക്കാം. Equity and liabilities, അതിൽ first heading shareholders funds, അതിൽ first share capital ₹10 each. H limited 5 lakh, S limited 1 lakh. Share capital at the rate of ₹10 ആണ്. So H limited 50,000 shares, S limited 10,000 shares. Reserves and surplus, reserves ഉണ്ട്, surplus ഉണ്ട്. Then current liabilities, trade creditors ഉണ്ട്, bills payable, S limited മാത്രം 15,000. Assets, non-current assets, fixed assets 4,60,000, investment 7,500 shares in S Limited. H Limited amount column 75,000. ഇവിടെയാണ് നമുക്ക് അറിയാവുന്നത് ആരാണ് ഹോൾഡിംഗ് കമ്പനി, ഏത് കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനി. H Limited ആണ് ഹോൾഡിംഗ് കമ്പനി. H Limited invested 75,000 rupees for acquiring 7,500 shares in S Limited. So H Limited is the holding company and S Limited is the subsidiary company. Okay, so investment 7,500 shares ആണ്. S Limited ഷെയറിന് നമുക്കറിയാം ഒരു ഷെയറിന് 10 രൂപയാണ്. സോ 75,000 റുപ്പീസിന്റെ ക്യാപിറ്റൽ ആണ് അവർ അക്വയർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ഷെയർ അക്വയർ ചെയ്യാൻ അവർ 75,000 റുപ്പീസ് തന്നെ കൊടുത്തിട്ടുള്ളൂ. കൂടുതലും കൊടുത്തിട്ടില്ല, കുറവും കൊടുത്തിട്ടില്ല. 75,000 റുപ്പീസ് തന്നെ കൊടുത്ത് അവരത് അക്വയർ ചെയ്തു. Current assets, stock, debtors, bills receivable, H Limited holding company മാത്രം 20,000. Additional information. The bills accepted by S Limited are all in favor of H Limited. നമ്മൾ പറഞ്ഞു ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യണം. ബിൽസ് accepted by S Limited. S Limited ആണ് accept ചെയ്തിരിക്കുന്നത്. which are all in favor of H Limited എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. S Limited സബ്സിഡറി കമ്പനിയായ S ലിമിറ്റഡിന്റെ ബിൽസ് പേയബിൾ ലയബിലിറ്റി സൈഡില് ബിൽസ് പേയബിൾ 15,000 റുപ്പീസ് ഉണ്ട്. വിച്ച് ഇസ് ഓൾ ഇൻ ഫേവർ ഓഫ് H Limited. തമ്മിലുള്ള ഇടപാടാണ് അല്ലെ. ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഹോൾഡിംഗ് കമ്പനിക്ക് കൊടുക്കേണ്ടതായ 15,000 ആണ് അവർ ലയബിലിറ്റി ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ അസറ്റ് സൈഡില് ഹോൾഡിംഗ് കമ്പനി H Limitedന് ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ് 20,000 റുപ്പീസും ഉണ്ട്. അപ്പോൾ 15,000 റുപ്പീസ് ആണ് ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻ, ഇന്റർ കമ്പനി ഓവിംഗ് അല്ലെങ്കിൽ മ്യൂച്വൽ ഓവിംഗ് എന്ന് പറയുന്നത്. ആ 15,000 നമുക്ക് എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. ഏത് സ്റ്റെപ്പിലാണ് നമ്മൾ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുന്നത്? സ്റ്റെപ്പ് നമ്പർ 7. അവിടെ നമ്മൾ ബിൽസ് റിസീവബിൾ എടുക്കുക. ബിൽസ് റിസീവബിൾ ടോട്ടൽ എത്രയാണ്? H ലിമിറ്റഡിനും സബ്സിഡറി കമ്പനിയായ S ലിമിറ്റഡിന്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ആകെ 20,000 റുപ്പീസ് ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ അല്ലെ 20,000. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മ്യൂച്വൽ ഓവിംഗ് ആയ 15,000 ലെസ് ചെയ്യുക. ബാക്കി 5,000 മാത്രം ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള ഡീലിലാണ്, ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ഡീലിലാണ് ആ 5,000. ആ 5,000 മാത്രമേ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എഴുതാൻ പാടുള്ളൂ. ബിൽസ് റിസീവബിൾ ചെയ്താൽ നമുക്ക് ബിൽസ് പേയബിളും ചെയ്യണം. ബിൽസ് പേയബിളിൽ രണ്ട് കമ്പനിയുടെയും ടോട്ടൽ എത്രയാണ്? 15,000 ആണ്. H Limited ഇല്ല, S Limited 15,000. മ്യൂച്വൽ ഓവിംഗ് എത്രയാണ്? 15,000. സോ അത് ലെസ് ചെയ്താൽ 0. സോ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലെ ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ഐറ്റം എഴുതാൻ പറ്റില്ല. അതേസമയം ബിൽസ് റിസീവബിളിൽ 5,000 എഴുതാൻ പാടുള്ളൂ. ബാക്കി 15,000 ഇവർ തമ്മിലുള്ള ഇടപാടാണ്. ഓക്കെ. Then second point, the stock of H Limited includes ₹25,000 bought from S Limited. സ്റ്റോക്കില് ഹോൾഡിംഗ് കമ്പനിയുടെ സ്റ്റോക്കിൽ ഒരു 25,000 റുപ്പീസിന്റെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ആ സ്റ്റോക്ക് എവിടെ നിന്നാണ് വാങ്ങിയത്? S ലിമിറ്റഡിൽ നിന്നാണ് വാങ്ങിയത്. സോ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ H എഴുതാം, അതിന്റെ താഴെ S എഴുതാം, ആരോ മാർക്ക് ചെയ്ത് നോക്കുക ആരാണ് സെയിൽ നടത്തിയത്. സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ് അല്ലെ. സെയിൽസ് നടത്തിയത് സബ്സിഡറി കമ്പനി ഹോൾഡിങ്ങിനാണ്. സോ ആരോ മാർക്ക് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. സോ അപ്സ്ട്രീം ആണ്. അപ്സ്ട്രീം ആണെങ്കിൽ നമുക്കറിയാം സബ്സിഡറി കമ്പനിക്കാണ് ആ പ്രോഫിറ്റ്. സെയിൽസ് നടത്തിയപ്പോൾ ഉള്ള പ്രോഫിറ്റ് സബ്സിഡറി കമ്പനിക്കാണ്. ഈ സബ്സിഡറി കമ്പനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ സെയിൽസിനെ നമ്മൾ അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്.
ആ സെയിൽസ് എന്ന് പറയുന്നത് 25,000 മുകളിൽ ഒരു പ്രോഫിറ്റ് മാർജിൻ കൂടിയുണ്ട്. എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അറ്റ് എ പ്രോഫിറ്റ് ടു ദ ലേറ്റർ ഓഫ് 20% ഓഫ് സെയിൽസ്. സെയിൽസിന്റെ 20% ആണ്. അതായത് 5,000 റുപ്പീസ് എന്താണ്? അത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആണ്. അതിനെ നമ്മൾ മാറ്റണം. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അപ്സ്ട്രീം ആണ്. ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്തത്. സോ അപ്സ്ട്രീം ആണ്. അപ്സ്ട്രീം ആണെങ്കിൽ സബ്സിഡറി കമ്പനിക്ക് ഏൺ ചെയ്തിട്ടുള്ള ആ പ്രോഫിറ്റിന് രണ്ട് അവകാശികളുണ്ട്. ഹോൾഡിംഗ് കമ്പനിയുണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്? മൈനോറിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഹോൾഡിംഗ് കമ്പനിക്കും മൈനോറിറ്റീസുമായി അത് ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. പ്രോഫിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടുപേർക്കുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമല്ലോ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് റിസർവ് രണ്ടുപേരുടെ എമൗണ്ടിലും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് നമ്പർ 5 സ്റ്റോക്ക് റിസർവിന്റെ മൈനോറിറ്റീസിന്റെ ഷെയർ അവിടെ ലെസ് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 8 ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് കമ്പനിയിൽ നിന്നും ലെസ് ചെയ്യണം. കൂടാതെ ടോട്ടൽ സ്റ്റോക്ക് റിസർവ് സ്റ്റെപ്പ് നമ്പർ 7 ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസിന്റെ അവിടെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്കിൽ നിന്ന് ആ ടോട്ടൽ സ്റ്റോക്ക് നമ്മൾ ലെസ് ചെയ്യുകയും വേണം. നമ്മൾ അസറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ സ്റ്റോക്കിൽ നിന്ന് ടോട്ടൽ റിസർവ് പറയും. ലയബിലിറ്റി സൈഡ് എടുത്തു കഴിഞ്ഞാൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ലയബിലിറ്റി ആയിട്ട് എഴുതുന്ന മൈനോറിറ്റിയിൽ നിന്ന് മൈനോറിറ്റിയുടെ ഷെയർ പോകും. അതേപോലെ ഹോൾഡിംഗിന്റെ എഴുതുന്ന റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നിന്നും പോകും. അതായത് രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ആയിട്ട് അത് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ക്ലിയർ ആയിക്കോളും. Third point, all the surplus of S Limited has been earned since the shares were acquired by S Limited. സബ്സിഡറി കമ്പനിയുടെ സർപ്ലസ് എന്ന് പറയുന്നത് എന്നാണ് ഏൺ ചെയ്തിരിക്കുന്നത്? ഹോൾഡിംഗ് കമ്പനിയായ എസ് ലിമിറ്റഡ് എന്നാണോ ഷെയർ അക്വയർ ചെയ്തത് അതിനുശേഷമാണ് ഏൺ ചെയ്തിരിക്കുന്നത്. അതായത് പോസ്റ്റ് അക്വിസിഷൻ പീരീഡിലെ സർപ്ലസ് ആണ്. എത്രയാണ് സർപ്ലസ് ഉള്ളത് സബ്സിഡറി കമ്പനിക്ക്? നോക്ക്, എസ് ലിമിറ്റഡിന്റെ സർപ്ലസിൽ 60,000 റുപ്പീസ് ഉണ്ട്. ഈ 60,000 പോസ്റ്റ് അക്വിസിഷൻ പീരീഡിലെയാണ്. സോ അത് എന്താണ്? റവന്യൂ പ്രോഫിറ്റ് ആണ്. റവന്യൂ പ്രോഫിറ്റ് ആണ്. ദെൻ പിന്നെന്താണ് തേർഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്? ബട്ട് ദെയർ വാസ് ഓൾറെഡി ദ റിസർവ് ഓഫ് റുപ്പീസ് 40,000 അറ്റ് ദാറ്റ് ഡേറ്റ്. ആ ഡേറ്റിൽ 40,000 റുപ്പീസ് ഉണ്ടായിരുന്നു ഇവർ അക്വയർ ചെയ്ത ഡേറ്റിൽ. All the surplus of S Limited has been earned since the shares were acquired by S Limited, but there was already the reserve of rupees 40,000 at that date. 40,000 rupees reserve ഇവർ വരുമ്പോഴേ ഉണ്ട്. അവര് ഡേറ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് അറിയില്ല. ഈ ക്വസ്റ്റ്യൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഡേറ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾക്ക് അറിയാത്തിടത്തോളം കാലം നമുക്കൊന്ന് അസ്യൂം ചെയ്ത് നോക്കാം. ഓഗസ്റ്റിലാണ് ഇവർ അക്വയർ ചെയ്തിട്ടുള്ളത് എങ്കിൽ ഓഗസ്റ്റിൽ ഇവർ വരുമ്പോൾ ഓൾറെഡി ആ റിസർവിൽ എത്രയുണ്ട്? 40,000 റുപ്പീസ് ഉണ്ട്. ഇവർ വന്നതിന് ശേഷമാണ് സർപ്ലസ് മുഴുവനും ഏൺ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. സോ ഓഗസ്റ്റിൽ ഇവർ വരുമ്പോൾ 40,000 റുപ്പീസ് റിസർവ് ഉണ്ട്. ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 31 ആയപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കാണുന്ന ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അവിടെ സബ്സിഡറി കമ്പനിയായ എസ് ലിമിറ്റഡിന്റെ റിസർവ്സ് എത്രയുണ്ട്? സബ്സിഡറി കമ്പനിയുടെ റിസർവ് എന്ന് പറഞ്ഞാൽ 30,000 റുപ്പീസ് ആണ്. ഇവര് വരുമ്പോഴേ 40,000 ഉണ്ടായിരുന്നു അല്ലെ? 40,000 ഓഗസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കുറഞ്ഞ് 30,000. 10,000 മറ്റെന്തിനെങ്കിലും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ 10,000 പോയി ബാക്കി 30,000. അപ്പൊ ഈ 30,000 കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. വന്നപ്പോൾ 40 ആയിക്കോട്ടെ, പക്ഷെ ഇപ്പൊ നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രകാരം അതാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. റിസർവ്സിൽ 30,000 റുപ്പീസ് ആണ്. ഈ 30,000 റുപ്പീസ് ഇവര് വന്നപ്പോഴേ ഉണ്ടായിരുന്നതാണല്ലോ അല്ലെ? ഇവര് വന്നതിന് ശേഷമുള്ള റിസർവ് അല്ലല്ലോ, വന്നപ്പോഴേ ഉണ്ട്. സോ 30,000 റുപ്പീസ് എന്താണ്? പ്രീ അക്വിസിഷൻ പീരീഡിലെയാണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയും. സോ റിസർവ്സിലെ 30,000 ക്യാപിറ്റൽ റിസർവും സർപ്ലസിലെ 60,000. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പോയിന്റ്, അതായത് അഡീഷണൽ ഇൻഫർമേഷനിൽ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇവര് വന്നപ്പോൾ 40 ഉണ്ടെന്നാണ്. ആയിക്കോട്ടെ, പക്ഷെ ഇയർ എൻഡ് ആയപ്പോൾ പ്രിപ്പയർ ചെയ്ത ഈ ബാലൻസ് ഷീറ്റ് പ്രകാരം ഇപ്പോൾ റിസർവിൽ എത്രയേ ഉള്ളൂ? 30,000 ഉള്ളൂ. ആ 30,000ഉം ഇവര് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ 40 കുറഞ്ഞ് 30 ആയതാണ്. സോ ഈ 30 കംപ്ലീറ്റ് എന്താണ്? ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്സിഡറി കമ്പനിയായ എസ് ലിമിറ്റഡിന് ഷെയർ ക്യാപിറ്റൽ 1 lakh റുപ്പീസ് ഉണ്ട്. അതായത് 10,000 ഷെയർസ് ആണുള്ളത്. ഒരു ഷെയറിന് 10 രൂപയാണ്. ആ 1 lakh റുപ്പീസില് 75,000, അതായത് 7,500 ഷെയർ ആര് അക്വയർ ചെയ്തു? 75,000 റുപ്പീസിന്റെ ക്യാപിറ്റൽ ആരാണ് അക്വയർ ചെയ്തിരിക്കുന്നത്? ഹോൾഡിംഗ് കമ്പനിയായ എസ് ലിമിറ്റഡ് ആണ്. ദാറ്റ് മീൻസ്
ബാലൻസ് 2500 ഷെയർസ് ആരുടെ ആയിരിക്കും? മൈനോറിറ്റീസിന്റെയാണ്. ക്യാപിറ്റലായി പറയുകയാണെങ്കിൽ 75,000 ഹോൾഡിംഗിന്റെയും 25,000 ആരുടെയാണ്? 25,000 മൈനോറിറ്റീസിന്റെയുമാണ്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ബിൽസ് പേയബിൾ എന്ന് പറയുന്ന 15,000 എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയും അതേപോലെ സബ്സിഡറി കമ്പനിയും തമ്മിലുള്ള ഇടപാടാണ്. സോ ബിൽസ് പേയബിൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ബിൽസ് പേയബിൾ വരില്ല. പിന്നെ ബിൽസ് റിസീവബിൾ ഉണ്ട് 20,000. അതില് സബ്സിഡറി കമ്പനിയുടെ 15,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 5,000 മാത്രം ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ഇടപാടിലുള്ളൂ. സോ ആ 5,000 മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നുള്ളൂ. പിന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒരു 25,000 റുപ്പീസിന്റെ സ്റ്റോക്ക് ആ ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് സബ്സിഡറി കമ്പനിയിൽ നിന്ന് ഹോൾഡിംഗ് കമ്പനിയാണ്. അതിപ്പോഴും ഹോൾഡിംഗ് കമ്പനിയുടെ സ്റ്റോക്കിലുണ്ട്. ആ 25,000-ൽ 20% എന്ന് പറയുന്ന പ്രോഫിറ്റ് ആണ്. സോ ദാറ്റ് 5,000 സ്റ്റോക്ക് റിസർവ് ആണ്. അപ്സ്ട്രീം ആണ് ഇവിടെ. അപ്സ്ട്രീം ആയതുകൊണ്ട് സ്റ്റെപ്പ് നമ്പർ 5-ൽ മൈനോറിറ്റീസിന്റെ ഷെയർ ലെസ് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 8-ൽ ഹോൾഡിംഗ് കമ്പനിയുടെ ലെസ് ചെയ്യണം. കൂടാതെ സ്റ്റെപ്പ് നമ്പർ 7-ൽ ടോട്ടൽ സ്റ്റോക്ക് റിസർവ് സ്റ്റോക്കിൽ നിന്ന് ലെസ് ചെയ്യാനുണ്ട്. ഓക്കെ, പിന്നെ റിസർവ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജനറൽ റിസർവ് കംപ്ലീറ്റ് ആയിട്ടും ക്യാപിറ്റൽ റിസർവ് ആണ്. സർപ്ലസ് ആണെങ്കിൽ ഇവർ വന്നതിന് ശേഷമാണ്, അതുകൊണ്ട് അത് റവന്യൂ പ്രോഫിറ്റും ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യന്റെ ഓവറോൾ ആയിട്ട് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ഇനി നമ്മളുടെ മനസ്സിൽ പോകേണ്ട ഒരു കാര്യം, അസറ്റ് സൈഡിൽ സബ്സിഡറി കമ്പനിക്ക് ഫിക്ടീഷ്യസ് അസറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഒന്നുമില്ല. ഓക്കെ, ദെൻ ലയബിലിറ്റി സൈഡിൽ പോയി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടോ എന്ന് നോക്കാം. അതുമില്ല. ഓക്കെ, ഇത്രയും ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്തു തുടങ്ങാം. ഇവിടെ ഹോൾഡിംഗ് ഹോൾഡിംഗ് കമ്പനി, എസ് എന്ന് പറയുന്ന സബ്സിഡറി കമ്പനി. സ്റ്റെപ്പ് നമ്പർ 1 എന്തായിരുന്നു? ഡേറ്റ് ഓഫ് അക്വിസിഷൻ. ക്വസ്റ്റ്യനിൽ ഡേറ്റ് ഓഫ് അക്വിസിഷൻ പറയുന്നില്ല, സോനിയല്ല. സ്റ്റെപ്പ് നമ്പർ 2 എന്ത് ചെയ്യണം? നമ്മൾ എച്ച് എന്ന് എഴുതണം, താഴെ MIN, മൈനോറിറ്റീസിന് MIN, ദെൻ ടോട്ടൽ ആണ് 10,000 ഷെയർസ് അല്ലെങ്കിൽ 1 lakh rupees. റുപ്പീസ് ആയാലും ഷെയർസ് ആയാലും എഴുതിയാൽ മതി. 10,000 ഷെയർസ് ഓർ 1 lakh. ദെൻ ആ 10,000 ഷെയർസിൽ എത്ര ഷെയർസ് ആണ് ഹോൾഡിംഗിന്? 7,500. സോ ബാലൻസിംഗ് ഫിഗർ ആരുടെയാണ്? മൈനോറിറ്റീസ് തന്നെയാണ്, 2,500. ഈ ₹75,000 നമ്മൾ സ്റ്റെപ്പ് നമ്പർ 6-ൽ ആവശ്യമുള്ളതാണ്. ₹25,000 ആയ മൈനോറിറ്റീസിന്റെ സ്റ്റെപ്പ് നമ്പർ 5-ൽ ഫസ്റ്റ് ഐറ്റം ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ദെൻ റേഷ്യോ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? 7,500 is to 2,500. That is 75 is to 25. That is 3 is to 1. 3 is to 1 റേഷ്യോയിലാണ് നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസിനെ ഡിവൈഡ് ചെയ്യുന്നത്. സ്റ്റെപ്പ് നമ്പർ 4-ൽ ഈ റേഷ്യോ വേണം. സ്റ്റെപ്പ് നമ്പർ 5-ൽ അപ്സ്ട്രീം ആയതുകൊണ്ട് അവിടെ നമുക്ക് ഈ റേഷ്യോന്റെ ആവശ്യമുണ്ട്. കൂടാതെ സ്റ്റെപ്പ് നമ്പർ 8-ലും അപ്സ്ട്രീം ആയതുകൊണ്ട് സ്റ്റോക്ക് റിസർവ് ഉള്ളതുകൊണ്ട് അവിടെയും നമുക്ക് ഈ റേഷ്യോ ആവശ്യമാണ്. അപ്സ്ട്രീം ആയതുകൊണ്ട് തന്നെ അവിടെ ആവശ്യമാണ്. സ്റ്റെപ്പ് നമ്പർ 3 അനാലിസിസ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. ഈ സമയത്ത് നമ്മൾ അസറ്റ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ സബ്സിഡറി കമ്പനിക്ക് ഫിക്ടീഷ്യസ് അസറ്റ്സ് ഉണ്ടോ നോക്കണം. ഉണ്ടായിരുന്നുവെങ്കിൽ ക്യാപിറ്റൽ റിസർവിൽ നിന്ന് അത് കുറയ്ക്കേണ്ടതായിരുന്നു. ദെൻ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടോ എന്നാണ്. ലയബിലിറ്റി സൈഡിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് നമ്മൾ ലെസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് രണ്ടും ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. ദെൻ സ്റ്റെപ്പ് നമ്പർ 3-ൽ നമ്മൾ സബ്സിഡറി കമ്പനിയുടെ ആദ്യത്തെ റിസർവ് എന്താണ്? ജനറൽ റിസർവ് ആണ്. ജനറൽ റിസർവ് എന്താന്ന് പറഞ്ഞു? 30,000 ക്യാപിറ്റൽ റിസർവ് ആണെന്ന് പറഞ്ഞു. ദെൻ സർപ്ലസ് ഒരു 60,000 അത് റവന്യൂ പ്രോഫിറ്റുമാണെന്ന് പറഞ്ഞു. ഈ രണ്ട് ഐറ്റം നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു സ്റ്റെപ്പ് നമ്പർ 4-ലേക്ക്. സ്റ്റെപ്പ് നമ്പർ 4-ൽ ഫസ്റ്റ് ഐറ്റം ജനറൽ റിസർവ്, അത് CR-ന്റെ കോളത്തിൽ എഴുതാം. സർപ്ലസ് ആയ 60,000 RP-യുടെ കോളത്തിൽ, റവന്യൂ പ്രോഫിറ്റിന്റെ കോളത്തിലും എഴുതാം. ടോട്ടൽ 30,000-നെ ഹോൾഡിങ്ങിനും മൈനോറിറ്റീസിനുമായിട്ട് ഡിവൈഡ് ചെയ്യണം. ഏത് റേഷ്യോ ആണ്? സ്റ്റെപ്പ് നമ്പർ 2-ൽ നമ്മൾ റേഷ്യോ കണ്ടുവച്ചിട്ടുണ്ട് 3:1. സോ 3/4 പോർഷൻ ആർക്ക് കൊടുക്കണം? ഈ പറയുന്ന ഹോൾഡിങ്ങിന് കൊടുക്കുക. 1/4 പോർഷൻ മൈനോറിറ്റീസിന് കൊടുക്കുക. ദെൻ റവന്യൂ പ്രോഫിറ്റ് അതും അതുപോലെ തന്നെ 60,000 ഹോൾഡിങ്ങിനും മൈനോറിറ്റീസിനുമായിട്ട് ഡിവൈഡ് ചെയ്യണം. ഈ 4 ഫിഗേഴ്സ്, ഹോൾഡിങ്ങിന്റെ 2 ഫിഗറും മൈനോറിറ്റീസിന്റെ 2 ഫിഗറും നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് എടുക്കണം. ഒരെണ്ണം എടുത്തില്ലെങ്കിൽ തന്നെ നമുക്ക് ടാലി ആവില്ല, അത് ശരിയാവില്ല. സോ ഹോൾഡിംഗ് കമ്പനിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്യാപിറ്റൽ റിസർവിന്റെ പോർഷൻ സ്റ്റെപ്പ് നമ്പർ 6-ൽ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വേണം. ദെൻ റവന്യൂ പ്രോഫിറ്റ് ഹോൾഡിംഗ് കമ്പനിയുടെ 45,000 നേരെ സ്റ്റെപ്പ് നമ്പർ 8-ലേക്ക് പോയാൽ മതി. മൈനോറിറ്റീസിന്റെ 2 ഫിഗേഴ്സും നമ്മൾ സ്റ്റെപ്പ് നമ്പർ 5 ആയ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എടുക്കുന്നതാണ്. ദെൻ
നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റീസ് ഇൻട്രസ്റ്റ് ആണ് സ്റ്റെപ്പ് നമ്പർ 5. അതിലെ ഫസ്റ്റ് ഐറ്റം മൈനോറിറ്റീസിന് അവകാശപ്പെട്ട ക്യാപിറ്റൽ. സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 25,000 rupees ആണ്. ദെൻ സ്റ്റെപ്പ് നമ്പർ 4 ക്യാപിറ്റൽ റിസർവും റവന്യൂ പ്രോഫിറ്റ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പ്രിഫറൻഷ്യൽ ക്യാപിറ്റലോ ഡിവിഡൻഡോ ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ അത് എടുക്കുന്നില്ല. അത് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെക്കാൻ കാരണം ഈ സമയത്ത് നമ്മൾ അത് ചിന്തിക്കേണ്ടതാണ്. പ്രിഫറൻഷ്യൽ ക്യാപിറ്റലോ അല്ലെങ്കിൽ ഡിവിഡൻഡോ ഔട്ട്സൈഡേഴ്സിന് അവകാശപ്പെട്ടതുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കണം. ദെൻ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇവിടെ അപ്സ്ട്രീം ആണ്, അതായത് സബ്സിഡിയറി കമ്പനി ഹോൾഡിംഗ് കമ്പനിക്കാണ് വെച്ചിരിക്കുന്നത്. ആരോ മുകളിലേക്കാണ്, അപ്പോ അപ്സ്ട്രീം ആണ്. അതുകൊണ്ട് സ്റ്റോക്ക് റിസർവ് നമുക്ക് ഇവിടെ ലെസ് ചെയ്യാനുണ്ട്. അപ്പൊ സ്റ്റോക്ക് റിസർവ് ആദ്യം കണ്ടുപിടിക്കണം. സ്റ്റോക്ക് റിസർവ് ഈസ് ഓൾസോ നോൺ ആസ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. സോ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്കിൽ ഇപ്പോഴും ഇരിക്കുന്ന 25,000 rupees സ്റ്റോക്കാണ്, ഗുഡ്സ് ആണ്. സോ 25,000 20% ആണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, പ്രോഫിറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ 25,000 into 20%. ദെൻ അത് എത്ര പോർഷൻ ആണ് മൈനോറിറ്റീസിൻ്റെത്? 1/4. ആ 1/4 നമ്മൾ എന്ത് ചെയ്യണം, അത് ഈ പറയുന്ന മൈനോറിറ്റീസിന് ലെസ് ചെയ്യണം. മൈനോറിറ്റീസിന്റെ പ്രോഫിറ്റ് നമുക്ക് ലെസ് ചെയ്യണം. അതുകൊണ്ട് ഈ സ്റ്റെപ്പിൽ നമ്മൾ അതിനെ ലെസ് ചെയ്യും. ദാറ്റ് ഇസ് നമ്മൾ അതെല്ലാം കൂടി ആഡ് ചെയ്ത് ഇതിനെ കുറയ്ക്കുമ്പോൾ 46,250 വരും. അത് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 9 കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് അവിടെ ലെസ് ചെയ്യണം. ഓക്കെ. ദെൻ സ്റ്റെപ്പ് നമ്പർ 6. സ്റ്റെപ്പ് നമ്പർ 6 എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണ്. കോസ്റ്റ് ഓഫ് കൺട്രോളിന് ഇക്വേഷൻ എന്താ? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് എമൗണ്ട് എന്താണ്? എമൗണ്ട് ഇൻവെസ്റ്റഡ്. എമൗണ്ട് ഇൻവെസ്റ്റഡ് എവിടെ നിന്ന് കിട്ടും? എത്ര എമൗണ്ട് ആണ് ആക്ച്വലി സബ്സിഡിയറി കമ്പനിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് കണ്ടുപിടിക്കണമെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ സബ്സിഡിയറി കമ്പനിക്ക് എത്ര രൂപ കൊടുത്തു എന്നറിയാം, എത്ര രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്തു എന്നറിയാം. അവിടെ എമൗണ്ട് കോളത്തിൽ 75,000 rupees ആണ്. ആ എമൗണ്ട് ആണ് ഇതിന്റെ ഫസ്റ്റ് ഐറ്റം. ലെസ് ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ സബ്സിഡിയറി. ആ എമൗണ്ട് ഇവിടെ ഇല്ല, തൊന്നില്ല. സോ അഡ്ജസ്റ്റഡ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് 75,000. ദെൻ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാൻ ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡിയറി കമ്പനിയിൽ എത്ര ക്യാപിറ്റൽ ഉണ്ട് അതാണ്. അത് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 2 എഴുതി വെച്ചിട്ടുണ്ട്. 75,000 rupees ആണ്. 7,500 ഷെയർ ആണ്. ഒരു ഷെയറിന് 10 രൂപ വെച്ച് ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 75,000 ആ എമൗണ്ട്. സെക്കൻഡ് വൺ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. സ്റ്റെപ്പ് നമ്പർ 4 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 4 ഹോൾഡിംഗ് കമ്പനിയുടെ ക്യാപിറ്റൽ റിസർവിന്റെ പോർഷൻ ദാറ്റ് ഇസ് 22,500. 22,500 ആ എമൗണ്ട് കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് 97,500. നമുക്ക് ഇനി നോക്കാം. വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് മോർ ദാൻ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. വാല്യൂ ആണ് കൂടുതൽ കോസ്റ്റിനേക്കാളും. സോ ദ റിസൾട്ട് ഡിഫറൻസ് ഈസ് ക്യാപിറ്റൽ റിസർവ് 22,500. ക്യാപിറ്റൽ റിസർവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് നമ്പർ 8 റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കാണിക്കണം. സ്റ്റെപ്പ് നമ്പർ 8 റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഈ ക്യാപിറ്റൽ റിസർവ് എടുക്കണം. ഗുഡ്വിൽ ആയിരുന്നെങ്കിലോ നമ്മൾ അത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് എഴുതും. ഇവിടെ ക്യാപിറ്റൽ റിസർവ് ആണ്, അതുകൊണ്ട് അതിന് സ്റ്റെപ്പ് നമ്പർ 8 നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസിലേക്ക് കൊണ്ടുപോകും. സ്റ്റെപ്പ് നമ്പർ 7 ഇന്റർ കമ്പനി ഓവിംഗ് ആണ്. സ്റ്റെപ്പ് നമ്പർ 7 ഇന്റർ കമ്പനി ഓവിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഐറ്റം ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിൾ രണ്ട് കമ്പനിയുടെ ആഡ് ചെയ്യുക, H+S രണ്ട് കമ്പനിയുടെ ആഡ് ചെയ്യുമ്പോൾ 15,000 ആണ്. അതിൽ നിന്ന് മ്യൂച്വൽ ഓവിംഗ് ആയി 15,000 ലെസ് ചെയ്താൽ പിന്നെ നിൽ. സോ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ഈ പറയുന്ന ബിൽസ് പേയബിൾ ഇല്ല. ദെൻ ബിൽസ് പേയബിൾ ഉണ്ടെങ്കിൽ ഉടനെ ബിൽസ് റിസീവബിളും ഉണ്ട്. സോ ബിൽസ് റിസീവബിൾ ഹോൾഡിംഗിന്റെയും സബ്സിഡിയറി കമ്പനിയുടെയും ആഡ് ചെയ്യണം. സോ ടോട്ടൽ എമൗണ്ട് 20,000 rupees ആണ്. ലെസ് മ്യൂച്വൽ ഓവിംഗ് 15,000 ആണ് ഇവർ തമ്മിലുള്ള ഇടപാട്. സോ ബാലൻസ് 5,000 rupees മാത്രം കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ ബിൽസ് റിസീവബിൾ ആയിട്ട് കാണിക്കണം. പിന്നെ മൂന്നാമത്തെ സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് രണ്ടുപേരുടെയും കൂടെ ആഡ് ചെയ്യാം. ഹോൾഡിംഗിന്റെ 3 lakh rupees സബ്സിഡിയറിയുടെ 1,20,000. സോ ടോട്ടൽ 4,20,000 rupees ആണ്. ഇതിൽ നിന്ന് നമുക്ക് സ്റ്റോക്ക് റിസർവ് കുറയ്ക്കണം. എങ്ങനെയാണ് സ്റ്റോക്ക് റിസർവ്? നമ്മൾ നേരത്തെ കണ്ടതാണ്. സ്റ്റോക്ക് റിസർവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? 25,000 സ്റ്റോക്ക് ആണ്. 25,000 into 20% എത്രയാണ്? ടോട്ടൽ 5,000. ആ ടോട്ടൽ സ്റ്റോക്ക് റിസർവ് നമ്മൾ ഇവിടെ ലെസ് ചെയ്യണം. സോ ബാലൻസ് 4,15,000. ഇതാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലെ
സ്റ്റോക്ക് ആയിട്ട് കാണിക്കേണ്ടത്. Then step number 8, reserves and surplus. Reserves and surplusലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയുടെ സ്വന്തമായ റിസർവ്സ് ആണ്. ഇത് ഹോൾഡിംഗ് കമ്പനി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവര് പ്രിപ്പയർ ചെയ്യുന്ന ഷെഡ്യൂൾ ആണ് ഞാൻ ഈ പറയുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പൊ ഹോൾഡിംഗ് കമ്പനിയുടെ റിസർവ് ബാലൻസ് ഷീറ്റിലെ റിസർവ് ആദ്യത്തെ ഐറ്റം ജനറൽ റിസർവ് 60,000 ഹോൾഡിംഗ് കമ്പനിയുടെ സ്വന്തമായ റിസർവ്. ഹോൾഡിംഗ് കമ്പനിയുടെ സർപ്ലസ് അവിടെ പറഞ്ഞിട്ടുണ്ട് 2 lakh. ദെൻ സബ്സിഡറി കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കുറച്ച് ഭാഗം ഇവർക്ക് അവകാശം ഉണ്ടല്ലോ. അതിൽ റവന്യൂ പ്രോഫിറ്റ് സ്റ്റെപ്പ് നമ്പർ 4 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റവന്യൂ പ്രോഫിറ്റ് 45,000. ദെൻ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 6 കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ റിസർവ് കിട്ടി. ദാറ്റ് എമൗണ്ട് 22,500 അതും ഇവിടെ എടുക്കും. ദെൻ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. ഹോൾഡിംഗ് കമ്പനിക്ക് അതിൽ അവകാശമുണ്ട് സബ്സിഡറിയുടെ പ്രോഫിറ്റില്. അതുകൊണ്ട് സബ്സിഡറിയുടെ കമ്പനിയിലുള്ള ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന് മുകളിലുള്ള ഹോൾഡിംഗ് കമ്പനിയുടെ പോർഷൻ നമുക്ക് ഇവിടെ ലെസ് ചെയ്യണം. ദാറ്റ് ഇസ് സ്റ്റോക്ക് റിസർവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 25,000 20%, അതായത് 5,000. ആ 5,000 3/4 പോർഷൻ ആരുടെയാണ്? ഹോൾഡിംഗിന്റെയാണ് അല്ലെ. എക്സ് ലിമിറ്റഡ് ആണ്, തെറ്റിപ്പോയതാണ്. എക്സ് ലിമിറ്റഡ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. എക്സ് ലിമിറ്റഡ് 3/4 പോർഷൻ ആണ്. ആ 3/4 പോർഷൻ എന്ന് പറയുന്നത് 3,750 ആണ്. അതിവിടെ ലെസ് ചെയ്യണം. സോ ടോട്ടൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഇനി ഹോൾഡിംഗ് കമ്പനിക്ക് ഉള്ളത് 3,23,750. ഇതാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ സെക്കൻഡ് ഐറ്റം ആയിട്ട് കാണിക്കേണ്ടത്. നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ആൻഡ് ഇറ്റ്സ് സബ്സിഡറി ബി ലിമിറ്റഡ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഫസ്റ്റ് വൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇത് ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആണ്. ഹോൾഡിംഗ് കമ്പനിക്ക് ഉള്ള ക്യാപിറ്റൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. സബ്സിഡറിയുടെ നമ്മളെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുത്ത് വന്നിട്ട് റിസർവ്സ് ആൻഡ് സർപ്ലസിലൂടെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. സോ ഷെയർ ക്യാപിറ്റലില് എത്ര എമൗണ്ട് ആണ് ഹോൾഡിംഗ് കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള ഹോൾഡിംഗ് കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ഇസ് 5 lakh അത് കാണിക്കുന്നു. റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ കണ്ടുവച്ചിട്ടുണ്ട് 3,23,750. പിന്നെ ഇത് എഴുതാൻ മറന്നു പോകരുത്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് 46,250. ഇത് മൈനോറിറ്റീസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയുടെ ലയബിലിറ്റിയാണ്. ഇത് എഴുതാൻ മറന്നുപോയാലും പ്രശ്നമൊന്നുമില്ല, ടാലി ആവില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു 46,250 റുപ്പീസിന്റെ ഗ്യാപ്പ് വരും. അപ്പൊ നിങ്ങൾ പോയി നോക്കുമ്പോൾ അറിയാം സ്റ്റെപ്പ് നമ്പർ 5 നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതിവിടെ എടുത്തെഴുതാനുള്ളതാണ്. അത് ലയബിലിറ്റിയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കറന്റ് ലയബിലിറ്റീസ് ആണ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിലെ ഇത്രയും ഭാഗം, അതായത് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് വരെ ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും കറന്റ് ലയബിലിറ്റീസ് മുതൽ അസറ്റ്സ് എല്ലാം ലൈൻ ബൈ ലൈൻ അഡീഷൻ ആണ്. എന്തെങ്കിലും ഇവർ തമ്മിലുള്ള ഇടപാടുണ്ടെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 7 ഉണ്ടാവും. ആ സ്റ്റെപ്പ് നമ്പർ 7 ഐറ്റംസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച എമൗണ്ടേ ഇവിടെ എടുക്കാൻ പാടുള്ളൂ. ബാക്കി എല്ലാ ഐറ്റംസും ലൈൻ ബൈ ലൈൻ അഡീഷൻ മീൻസ് എന്താണ്? ഹോൾഡിംഗിന്റെയും സബ്സിഡറിയുടെയും കൂടി ആഡ് ചെയ്ത് എഴുതേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. സോ കറന്റ് ലയബിലിറ്റീസ് ക്രെഡിറ്റേഴ്സിൽ 1,70,000 റുപ്പീസ് ഹോൾഡിംഗിന്റെയും സബ്സിഡറിയുടെയും കൂടി ആഡ് ചെയ്തു. അതിൽ മ്യൂച്വൽ ഓവിംഗ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ഇടപാടൊന്നും ഇല്ല. സോ 1,70,000. സോ ടോട്ടൽ എത്രയായി? 10,40,000. അസറ്റ് സൈഡിൽ ഫിക്സ്ഡ് അസറ്റ്സിലെ ടാൻജിബിൾ അസറ്റ് 4,60,000 റുപ്പീസ് ആണ്. ഇവിടെ ഇൻടാൻജിബിൾ അസറ്റ് ഇല്ല, കാര്യം ബാലൻസ് ഷീറ്റ് പ്രകാരം ഗുഡ്വിൽ ഇല്ല. കൂടാതെ സ്റ്റെപ്പ് നമ്പർ 6 നമുക്ക് കിട്ടിയത് ഗുഡ്വിൽ അല്ല, ക്യാപിറ്റൽ റിസർവ്. ഗുഡ്വിൽ ആയിരുന്നെങ്കിൽ ഇവിടെ ഇൻടാൻജിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതേണ്ടി വന്നേനെ. സോ ഫിക്സ്ഡ് അസറ്റ് ടോട്ടൽ 4,60,000 ആണ്. കറന്റ് അസറ്റ്സിൽ സ്റ്റോക്ക് ഉണ്ട്. രണ്ടുപേരുടെയും കൂടി ആഡ് ചെയ്ത് നമ്മൾ സ്റ്റോക്ക് റിസർവ് കുറച്ച് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 7 എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 7 കണ്ടോ? സ്റ്റെപ്പ് നമ്പർ 7 സ്റ്റോക്കിന്റെ എമൗണ്ട് എത്രയാണ്? 4,15,000 എന്ന് പറയും. ഇതിലെ ഇന്റർ കമ്പനി ഡ്രോവിംഗിൽ ഫസ്റ്റ് ഐറ്റം ബിൽസ് പേയബിൾ നിൽ ആയതുകൊണ്ടാണ് നമ്മൾ ലയബിലിറ്റി സൈഡിൽ എഴുതാത്തത്. ഓക്കെ, തേർഡ് ഐറ്റം സ്റ്റോക്ക് എടുത്ത് എഴുതി 4,15,000. ബിൽസ് റിസീവബിൾ എത്ര എഴുതണം? 5,000 മാത്രമേ എഴുതാൻ പാടുള്ളൂ. നോക്കിക്കോ, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 4,15,000 ആണ്. ഡെറ്റേഴ്സ് രണ്ടുപേരുടെയും കൂടെ ആഡ് ചെയ്തു 1,60,000. ട്രേഡ് റിസീവബിൾസിലാണ് നമ്മൾ ബിൽസ് റിസീവബിൾ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഇസ് 5,000. ഈ 5,000 എവിടെ നിന്ന് കിട്ടി? സ്റ്റെപ്പ് നമ്പർ 7 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. 20,000 minus 15,000 that is 5,000. So total current asset 5,80,000. So total asset 10,40,000. ഇത്രയുമാണ് ഈ പ്രോബ്ലം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മ്യൂച്വൽ ഓവിംഗ് ആയ ബിൽസ് പേയബിളും ബിൽസ് റിസീവബിളും ഉണ്ട്. പിന്നെ ഉള്ളത് സ്റ്റോക്കിന്റെ കാര്യമാണ്.
സോ സ്റ്റോക്കിൽ സ്റ്റോക്ക് റിസർവ് ഉണ്ട്. ആ സ്റ്റോക്ക് റിസർവ് ആണെങ്കിൽ കൂടി അത് അപ്സ്ട്രീമിലുള്ള സ്റ്റോക്ക് റിസർവ് ആണ്. സോ അതിന്റെ അഡ്ജസ്റ്റ്മെന്റും ആണ് ഈ പ്രോബ്ലത്തിൽ പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.